ഇന്നത്തെ മുരളിയിൽ ബാബ പറയുന്നു, ബാബയിൽ നിന്നും മുഴുവൻ സമ്പത്തും നേടണം. മാത്രമല്ല, മാതാക്കളുടെ സംഘടനയ്ക്ക് ഉണ്ടായിരിക്കേണ്ട വിശേഷത എന്താണ് എന്ന് ബാബ കേൾപ്പിക്കുന്നു. ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 24/7/26 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ മഹാഭാരത യുദ്ധത്തിൽ പഴയ വൃക്ഷം സമാപ്തമാകേണ്ടതുണ്ട്. അതിനാൽ യുദ്ധത്തിനു മുമ്പേ ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് നേടൂ. ചോദ്യം: ബാബയ്ക്ക് മാതാക്കളുടെ സംഘടന ആവശ്യമാണ്. എന്നാൽ ആ സംഘടനയുടെ വിശേഷത എന്തായിരിക്കും? ഉത്തരം: ദേഹി അഭിമാനി ആയിരിക്കുന്നതിൻ്റെ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യുന്ന സംഘടന ആയിരിക്കണം. അവർക്ക് ഈ ഉറച്ച നിശ്ചയമുണ്ടായിരിക്കണം, നമുക്ക് പാവനമായി പാവന ലോകം ഉണ്ടാക്കേണ്ടതുണ്ട്, പതീതമാകുവാൻ പാടില്ല. നഷ്ടോമോഹ ഗ്രൂപ്പ് ആയിരിക്കുമ്പോഴാണ് എന്തെങ്കിലും അത്ഭുതം ചെയ്ത് കാണിക്കുന്നത്. ആരിലും മോഹം ഉണ്ടായിരിക്കുവാൻ പാടില്ല. മോഹത്തിൻ്റെ ചരട് വളരെയധികം നഷ്ടമുണ്ടാക്കുന്നു. ഓം ശാന്തി. മധുരമായ കുട്ടികൾ അറിയുന്നുണ്ട്, മധുരമായ ബാബ നമ്മളെ സ്വർഗവാസി ആക്കുന്നതിനായി ഇവിടെ വന്നിരിക്കുന്നു. ഇത് കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ഓരോരുത്തരും മനസ്സിലാക്കണം, ഞാൻ ആത്മാവ് ഈ ഓർമ്മയുടെ യാത്രയിലൂടെ പവിത്രമാകുന്നു. എത്ര സഹജമായ ഉപായമാണ്! കേവലം ബാബയെ ഓർമ്മിക്കണം. കുട്ടികൾക്കറിയാം, ബാബ ഒരു സെക്കൻഡിൽ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് നൽകുന്നു. ഇപ്പോൾ എല്ലാവരും ജീവൻ ബന്ധനത്തിലാണ്, രാവണ രാജ്യത്തിൻ്റെ ബന്ധനത്തിലാണ്. ഈ കാര്യം ബാബയെ അറിയുന്നു, കുട്ടികളും അറിയുന്നു, മറ്റാർക്കും അറിയില്ല. കുട്ടികളായ നിങ്ങൾക്ക് ഈ നിശ്ചയമുണ്ട്, പരിധിയില്ലാത്ത ബാബയെ നമ്മൾ ഓർമ്മിക്കുന്നു. അപ്പോൾ ആത്മാവിന് ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ഏതൊരു പിതാവിനെയാണോ പകുതി കൽപ്പം ഓർമ്മിച്ചിരുന്നത്, ആ പിതാവിനെ ലഭിച്ചു. ദുഃഖത്തിൽ ബാബയെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും സ്മരിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരായി സ്മരിക്കുന്നില്ല. ആരെയാണോ മുഴുവൻ ലോകവും സ്മരിക്കുന്നത്, ആ ബാബ വന്നിരിക്കുന്നു. ഇത് നിങ്ങൾക്കറിയാം. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തന്നു. ഇവിടെ എപ്പോഴാണോ നിങ്ങൾ ഇരിക്കുന്നത്, അപ്പോൾ ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബ പരംധാമത്തിൽ നിന്നും വന്നിരിക്കുന്നു. കൽപ്പകൽപ്പങ്ങളിൽ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് വരുന്നു. ബാബയുടെ പ്രതിജ്ഞയാണ് ഇത്. നിങ്ങൾ എപ്പോൾ വിളിക്കുമോ, പകുതി കൽപ്പം എപ്പോൾ പൂർത്തിയാകുമോ, അപ്പോൾ എനിക്ക് വരേണ്ടി വരുന്നു. കലിയുഗത്തിനു ശേഷം സത്യയുഗം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് വരേണ്ടി വരുന്നു. ഇത് കേവലം കുട്ടികളായ നിങ്ങൾക്കാണ് അറിയാവുന്നത്. ഇത് സംഗമയുഗമാണ്. ബാബ വന്നിരിക്കുകയാണ്. കുട്ടികളായ നിങ്ങളും സർവീസ് ചെയ്യുന്നു. ദിനം പ്രതിദിനം പരിചയം നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബയുടെ തിരിച്ചറിവ് സർവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുകയാണ് പരിധിയില്ലാത്ത ബാബ. ശിവ് ബാബ നമുക്ക് വീണ്ടും പരിധിയില്ലാത്ത സമ്പത്ത് നൽകുവാൻ വന്നിരിക്കുന്നു എന്ന് അറിയുന്നുണ്ട്. നിങ്ങൾ ബാബ ബാബ എന്ന് പറയുന്നുവല്ലോ. നമ്മൾ ശിവ് ബാബയുടെ അടുക്കൽ വന്നിരിക്കുന്നു. ശിവ് ബാബയും പറയുന്നു, ഞാൻ സാധാരണ ശരീരത്തിൽ വന്നിരിക്കുകയാണ്, കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ. ഇത് മറക്കുവാൻ പാടില്ലാത്തതാണ്. ഏതൊന്നിലൂടെയാണോ പതീതത്തിൽ നിന്നും പാവനമാകേണ്ടത്, അങ്ങനെയുള്ള ബാബയുടെ ഓർമ്മ മായ മറപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു സദ്ഗുരുവാണ്. സിഖുകാരും പാടുന്നുണ്ട്, സത് ശ്രീ അകാൽ. പതീത പാവനെ തന്നെയാണ് സദ്ഗുരു എന്ന് പറയുന്നത്. പതീത പാവന എന്ന് വിളിക്കുന്നുമുണ്ട്. ആത്മാവാണ് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിവിടെ വന്നിരിക്കുന്നു നേരിട്ട് ബാബയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ. വലിയ വലിയ വ്യക്തികൾ പരസ്പരം കൂടിക്കാഴ്ച നടത്തുവാൻ പോകുമ്പോൾ
അവർക്ക് എത്ര മഹിമയുണ്ടാകുന്നു. ആർഭാടപൂർവം സ്വീകരിക്കുന്നതിനായി സന്തോഷത്തിൻ്റെ ബാൻഡ് മേളവും മറ്റും മുഴക്കുന്നു. ഇത് ഗുപ്തവേഷത്തിൽ ആരാണ് വന്നിരിക്കുന്നത്? ഇത് നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. ആ ഒന്നിനെ പറയുന്നത് ദൂരദേശത്ത് വസിക്കുന്ന യാത്രക്കാരൻ എന്നാണ്. നിങ്ങൾക്കറിയാം, ആത്മാക്കളായ നമ്മൾ പരംധാമത്തിൽ വസിക്കുന്നവരാണ്. ഇവിടെ യാത്രക്കാരായി വന്നിരിക്കുന്നു, പാട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി. ബാബ മനസ്സിലാക്കിച്ചു തരുന്ന ഓരോരോ വാക്കും ലോകത്തിൽ ആരും അറിയുന്നില്ല. നിങ്ങൾ ബാബയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നു. അത് നല്ല രീതിയിൽ ധാരണ ചെയ്യേണ്ടതാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ എല്ലാവരും യാത്രക്കാരാണ് ഈ കർമ്മക്ഷേത്രത്തിൽ. നമ്മൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. പിന്നെ ഇവിടെ ടോക്കി വേൾഡിൽ വരുന്നു. നമ്മൾ ശാന്തിധാമത്തിലെ യാത്രക്കാരാണ്. 84 ജന്മങ്ങളുടെ പാർട്ട് ഇവിടെ അഭിനയിക്കുന്നു. ഒടുവിൽ ഇത് അന്തിമ സമയമാണ്. ബാബ വന്നു കഴിഞ്ഞു, പഴയ സൃഷ്ടിയെ പുതിയതാക്കുന്നതിന് വേണ്ടി. ഇതും നിങ്ങൾക്കറിയാം. ചിത്രവും ക്ലിയറാണ്. ശിവ് ബാബ ബ്രഹ്മാവിലൂടെ പുതിയ ലോകം സ്ഥാപിക്കുന്നു. കൃഷ്ണനിലൂടെയോ വിഷ്ണുവിലൂടെയോ സ്ഥാപിക്കുന്നു എന്നല്ല. ബാബ വരുന്നത് തന്നെ ബ്രഹ്മാവിലൂടെ സ്വർഗം രചിക്കുവാനാണ്. ബാബ വന്നിരിക്കുകയാണ് സാധാരണ ശരീരത്തിൽ. ഇത് പതീത ലോകമാണ്. ഒരാൾ പോലും പാവനമല്ല. ആദ്യ നമ്പറിലെ ലക്ഷ്മി നാരായണൻ പോലും പതീതമാകുന്നു. ആരാണോ പാവനമായിരുന്നത് അവർ തന്നെ പതീതമായി, മുഴുവൻ ഡിനാസ്റ്റി സഹിതം. നിങ്ങൾക്കറിയാം, നമ്മൾ DT ധർമ്മത്തിലുള്ളവരായിരുന്നു. അവർ ഇപ്പോൾ ശൂദ്രധർമ്മത്തിലുള്ളവർ ആയിരിക്കുന്നു. അമേരിക്കയിലും മറ്റും വലിയ വലിയ ധനികർ വസിക്കുന്നു. എന്നാൽ സത്യയുഗത്തിന് മുന്നിൽ അമേരിക്ക ഒന്നും തന്നെയല്ല. ഇതെല്ലാം പിന്നീടാണ് ഉണ്ടായത്. ഇത് അല്പകാലത്തെ പുറം മൂടിയാണ്. വിനാശം ഉണ്ടാവുക തന്നെ വേണം. കുട്ടികളായ നിങ്ങൾക്ക് വളരെ നല്ല ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ നമ്മളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. ആ ഒന്നിനെ കുട്ടികളായ നമ്മൾ ഓർമ്മിക്കാതെ ഇരിക്കുക എന്നത് എത്ര വണ്ടറാണ്. മായ ഓർമ്മിക്കുവാൻ അനുവദിക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പറയുന്നു, ബാബ, മായ നമ്മളെ ഓർമ്മിക്കുവാൻ അനുവദിക്കുന്നില്ല. ബാബ നിങ്ങളെ 21 ജന്മത്തേക്ക് സ്വർഗത്തിൻ്റെ അധികാരിയാക്കുകയാണ്. ആ ഒന്നിനെ നിങ്ങൾക്ക് ഓർമ്മിക്കുവാൻ സാധിക്കില്ലേ? പ്രജകൾ പോലും സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നുവല്ലോ. എല്ലാവരും സുഖം അനുഭവിക്കുന്നവരായിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ദുഃഖിതരാണ്. പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് തുടങ്ങിയവർക്ക് രാവും പകലും ചിന്ത ബാധിച്ചിരിക്കുന്നു. യുദ്ധത്തിലും മറ്റും എത്ര പേർ മരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, മഹാഭാരത യുദ്ധവും പ്രസിദ്ധമാണ്. എന്നാൽ അതിൽ എന്താണ് സംഭവിച്ചിരുന്നത്? ഇതാരുടെയും ബുദ്ധിയിലില്ല. ബാബ നിങ്ങളുടെ ബുദ്ധിയിൽ ഇരുത്തി. മഹാഭാരതത്തിലെ യുദ്ധത്തിൽ എല്ലാവരും മരിച്ചുപോയി. എത്ര വലിയ മനുഷ്യ സൃഷ്ടിയാണ്. ആത്മാക്കളുടെയും വൃക്ഷമുണ്ട്. വൃക്ഷം ആദ്യം പുതിയതായിരിക്കുമ്പോൾ വളരെ ചെറിയതായിരിക്കും. പിന്നെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ആദ്യം എപ്പോഴാണോ DT ധർമ്മം ഉണ്ടായിരുന്നത് അപ്പോൾ എത്ര ചെറിയ വൃക്ഷമായിരുന്നു. ആദ്യ സനാതന ദേവീ ദേവതാ ധർമ്മമായിരുന്നു. ഇപ്പോൾ എത്ര വെറൈറ്റി ധർമ്മമാണ്. ഈ മഹാഭാരത യുദ്ധത്തിലൂടെ ഇവ എല്ലാത്തിൻ്റെയും വിനാശം ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഈ ജ്ഞാനം ആരിലുമില്ല. ഇത് അതേ യുദ്ധമാണ് എന്ന് പറയും. പക്ഷേ ഇതിലൂടെ എന്താണ് നടക്കേണ്ടത് ഇതറിയില്ല. നിങ്ങൾ ഇപ്പോൾ പ്രകാശത്തിലാണ്. വിനാശം സംഭവിക്കേണ്ടതുണ്ട് എന്നതറിയാം. അതിനാൽ മഹാഭാരത യുദ്ധത്തിന് മുമ്പേ തൻ്റെ സമ്പത്ത് നേടിയെടുക്കൂ. കാര്യം വളരെ സഹജമാണ്. പവിത്രമാകൂ, ബാബയെ ഓർമ്മിക്കൂ. വളരെയധികം പെൺകുട്ടികളുടെ മേൽ അത്യാചാരമുണ്ടാകുന്നു. നിങ്ങൾ മാതാക്കളുടെ സംഘടന ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്, പരസ്പരം രക്ഷിക്കുന്നതിന് വേണ്ടി.
എന്നാൽ ദേഹി അഭിമാനി തീർച്ചയായും ആകേണ്ടി വരും. നമുക്ക് പാവനം തീർച്ചയായും ആകേണ്ടതുണ്ട് എന്ന ഉറച്ച നിശ്ചയം ആവശ്യമാണ്. ഇങ്ങനെയുള്ള ലഹരിയിൽ ഇരിക്കുന്നവർക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. നമുക്ക് ബാബയെ ഓർമ്മിക്കണം, പവിത്രമാകണം. നമ്മൾ സുദർശന ചക്രധാരിയാണ്. ഈ ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ രചയിതാവായ ബാബയെയും രചനയുടെ ചക്രത്തെയും അറിയുന്നു. ഇപ്പോൾ നമുക്ക് ബാബയിൽ നിന്നും പുതിയ ലോകമായ സത്യയുഗത്തിന്റെ സമ്പത്ത് നേടണം. നമ്മൾ 84 ജന്മങ്ങൾ എങ്ങനെ എടുക്കുന്നു? ഇത് മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ടിരിക്കൂ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം നഷ്ടമാകും. പാവനം തീർച്ചയായും ആകേണ്ടതുണ്ട്. പാവനം എന്നാൽ പവിത്രം. കാമം മഹാശത്രുവാണ്. നമ്മൾ 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയാക്കി ഇപ്പോൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടേണ്ടതുണ്ട്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ഇവിടെ വരുന്നത് തന്നെ റിഫ്രഷ് ആകുന്നതിന് വേണ്ടിയാണ്. പിതാവായ എന്നെ ഓർമ്മിക്കൂ, 21 ജന്മത്തേക്കുള്ള സമ്പത്ത് നേടണം. ആരിലും മോഹത്തിന്റെ ചരട് ഉണ്ടായിരിക്കുവാൻ പാടില്ല. നഷ്ടോ മോഹ ആകണം. ഈ ശരീരത്തിലും മോഹമുണ്ടാകരുത്. ഇതാണെങ്കിൽ പഴയ തോലാണ്. എന്നാൽ പഠിക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടി ഇതിനെ സംരക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ പാച്ചപ്പ് ചെയ്യേണ്ടി വരും, അതായത് ചികിത്സിക്കേണ്ടി വരും. നിങ്ങൾക്കറിയാം, ഇത് പഴയ ജീർണിച്ച ശരീരമാണ്. ഇതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദുഃഖം ആത്മാവിനാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ശരീരം ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്നറിയാം. യോഗബലത്തിലൂടെ ഇതിനെ താങ്ങി നിർത്തണം. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഇത്രമാത്രം. മറ്റേതെങ്കിലും ലൗകിക സംബന്ധത്തിൻ്റെയും ഓർമ്മ വരാൻ പാടില്ലാത്തതാണ്. ഞാൻ ദേഹമല്ല, ആത്മാവാണ്. ബാബ പറയുന്നു, ഞാൻ ആത്മാക്കളായ നിങ്ങൾക്ക് സമ്പത്ത് നൽകാൻ വന്നിരിക്കുന്നു. ആത്മാവ് പവിത്രമാകുമ്പോൾ പിന്നെ ശരീരവും നല്ലത് ലഭിക്കും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ ആത്മാവിന് പാവനം ആകേണ്ടതുണ്ട്. നമ്മൾ പാവനമായിരുന്നു. അപ്പോൾ ഈ ലക്ഷ്മി നാരായണനെ പോലെയായിരുന്നു. ഈ ലക്ഷ്മി നാരായണൻ 84 ജന്മങ്ങൾ എടുത്തു. മുഴുവൻ സൂര്യവംശി ഡിനാസ്റ്റിയും 84 ജന്മം എടുത്തു. ചന്ദ്രവംശിയെക്കുറിച്ച് 84 ജന്മം എന്ന് പറയില്ല. ആരാണോ സൂര്യവംശത്തിൽ ആദ്യം ദാസദാസിമാരാകുന്നത്, അവർ പിന്നെ ത്രേതയിൽ കുറച്ച് പദവി നേടും. അവർക്ക് 84 ജന്മം എന്ന് പറയും. രാജാവ്, റാണി, പ്രജകൾ, ദാസദാസിമാർ തുടങ്ങി സൂര്യവംശത്തിൽ ആരെല്ലാം വരുന്നോ അവർ തന്നെ 84 ജന്മങ്ങൾ എടുക്കുന്നു. ഇങ്ങനെയെല്ലാം സ്വയം തന്നോട് സംസാരിക്കണം. നമ്മൾ 84 ജന്മങ്ങൾ എങ്ങനെ എടുക്കുന്നു? വിചാരസാഗര മഥനം ചെയ്യേണ്ടതാണ്. എത്ര സാധിക്കുമോ ബാബയെയും സമ്പത്തിനെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും മനസ്സിലാക്കൂ, നമ്മൾ ബാബയുടെ കുട്ടികളാണ്. ആരെ കണ്ടുമുട്ടിയാലും അവർക്ക് ബാബയുടെ പരിചയം നൽകണം. ഈ ചിത്രങ്ങളിൽ മുഴുവൻ നോളജുമുണ്ട്. എല്ലാം പറഞ്ഞു കൊടുക്കണം. ബാബ വന്നിരിക്കുകയാണ് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ. നമ്മളെല്ലാവരും കുമാരിമാരാണല്ലോ. BK ആയ നമ്മളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്ന ബാബ വന്നു കഴിഞ്ഞു. എല്ലാ ആത്മാക്കളുടെയും പിതാവ് ഒന്നാണ്. നമ്മൾ കുമാരിമാരാണ്. തങ്ങളുടെ കാർഡും കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഏതെങ്കിലും ഓഫീസിലും മറ്റും കാർഡ് നൽകൂ. എന്നാൽ BK ആരാണ് എന്നത് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അനേകം പ്രകാരത്തിലുള്ള വിഘ്നങ്ങൾ വരുന്നു. ഗവൺമെന്റിനും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, ഇത് നമ്മുടെ ഫാമിലിയാണ്. ദാദയും ബാബയും ഉണ്ട്. ദാദയിലൂടെ നമ്മൾ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഓർമ്മ വയ്ക്കുന്നതിലൂടെ സന്തോഷമുണ്ടായിരിക്കും. സമ്പത്ത് ദാദയുടേതാണ്. പേരക്കുട്ടികൾക്ക് അവകാശമുണ്ട്. മുഴുവൻ പങ്കും വീതിച്ചു നൽകുന്നു.
ശിവബാബയിൽ നിന്നും ബ്രഹ്മാവിലൂടെ നമ്മൾ സമ്പത്ത് നേടുന്നു എന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. ഇത് ഓർമ്മ വെക്കേണ്ടതാണ്. പഠിക്കുകയും പിന്നെ പഠിപ്പിക്കുകയും വേണം. കുട്ടികളെ പാലിക്കുക എന്നത് അച്ഛൻ്റെ കടമയാണ്. കുമാരിമാർ മുതിർന്നവർ ആകാത്തത് വരെയും പിതാവിന് അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ ജോലിയാണ് പഠിക്കുക. പഠിക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു 21 ജന്മത്തേക്ക് വേണ്ടി. പിന്നെ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കും. എത്ര പഠിക്കുമോ അത്രയും ഉയർന്ന പദവി നേടും. നിങ്ങൾ സ്വയം പറയുന്നു, നമ്മൾ ഇവിടെ വരുന്നത് ശ്രീ ലക്ഷ്മി അഥവാ ശ്രീനാരായണൻ ആകുവാനാണ്. ഇത് സത്യനാരായണന്റെ കഥയാണല്ലോ. ഈ ലക്ഷ്മി നാരായണൻ 84 ജന്മങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നത് ആർക്കും അറിയില്ല. രാധയുടെ ഭക്തർ പറയും, രാധ എല്ലായിടത്തുമുണ്ട്. എവിടെ നോക്കിയാലും രാധ തന്നെ രാധയാണ്, കൃഷ്ണൻ തന്നെ കൃഷ്ണനാണ്, ശിവൻ തന്നെ ശിവനാണ് എന്ന്. ഇങ്ങനെ കുഴച്ചു മറിച്ചു വച്ചിരിക്കുകയാണ്. ഈശ്വരൻ, രാധ, കൃഷ്ണൻ എല്ലാം സർവവ്യാപിയാണ് എന്ന്. ഇതെല്ലാം ഈശ്വരന്റെ രൂപമാണ് എന്ന്. ഭഗവാൻ ഇന്ന രൂപം ധാരണം ചെയ്തു വന്നു. എവിടെ നോക്കിയാലും അവിടെ നീ തന്നെ നീയാണ്. തികച്ചും അവിവേകി ആയിരിക്കുന്നു. ഇതാണ് വികാരി പതീത ലോകം. സത്യുഗം നിർവികാരി പാവന ലോകമാണ്. വൈസ്ലെസ് വേൾഡ് എന്നതിൻ്റെ അർത്ഥം തന്നെ സ്വർഗം എന്നാണ്. പറയുന്നു, അവിടെ കുട്ടികളുണ്ടല്ലോ, അവരെങ്ങനെ ജനിക്കും? ഈ ചോദ്യമായിരിക്കും ചോദിക്കുക. കുട്ടികൾ ജനിച്ചില്ലെങ്കിൽ സൃഷ്ടി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറയും. ഓരോ വർഷവും എത്ര മനുഷ്യർ അധികമായി എന്ന് ജനസംഖ്യയുടെ കണക്കെടുക്കുന്നു. ഇത്ര പേർ മരിച്ചു എന്നത് പറയുന്നില്ല. അപ്പോൾ കുട്ടികൾ ആദ്യം തൻ്റെ മംഗളം ചെയ്യണം. ഞാൻ ആത്മാവാണ്. ആദ്യം ഈ നിശ്ചയമുണ്ടാക്കൂ. ബാബയെ ഓർമ്മിക്കണം. അന്ത്യകാലത്തിൽ ആരാണോ നാരായണനെ സ്മരിക്കുന്നത്, ഇപ്പോൾ നാരായണനെ സ്മരിക്കുക എന്ന വാക്ക് അസത്യമാണ് എഴുതിയിരിക്കുന്നത്. അന്തിമകാലത്തിൽ ആരാണോ ശിവബാബയെ സ്മരിക്കുന്നത്, ആ ചിന്തയിൽ ആരാണോ മരിക്കുന്നത്, അവർ സ്വർഗത്തിൽ നാരായണനാകും. അന്തിമകാലത്തിൽ നാരായണൻ എന്നെന്തുകൊണ്ട് പറയുന്നു? കൃഷ്ണനാണ് ജ്ഞാനം നൽകിയിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൃഷ്ണനെയാണല്ലോ സ്മരിക്കേണ്ടത്. കൃഷ്ണനെ ഓർമ്മിക്കുന്നു. നാരായണനെ കുറിച്ച് ആർക്കും അറിയില്ല. കൃഷ്ണന്റെ ജയന്തി ആഘോഷിക്കുന്നു. രാധയുടെ ജയന്തി എവിടെ? കൃഷ്ണന്റെ ജന്മം ആഘോഷിക്കുന്നു. നാരായണന്റേതെവിടെ? വേൾഡിന്റെ കിങ്ങും ക്വീനുമായ ലക്ഷ്മി നാരായണനെ ആർക്കും അറിയില്ല. പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖവംശാവലികൾ ഉണ്ടാകുമല്ലോ, എവിടെ പോയി? ബ്രാഹ്മണ ദേവി ദേവതായ നമ എന്ന് പറയുന്നു. ബ്രഹ്മാവിന്റെ മുഖവംശാവലിയായിരുന്നല്ലോ. കുട്ടികൾ മനസ്സിലാക്കുന്നു, ബ്രഹ്മാവിലൂടെ ശിവബാബ ബ്രാഹ്മണധർമ്മം സ്ഥാപിക്കുന്നു. ബ്രാഹ്മണധർമ്മം ബ്രഹ്മാവല്ല രചിച്ചത്, എന്നാൽ ശിവബാബയാണ് രചിച്ചത്. ഇദ്ദേഹമാകട്ടെ ഇപ്പോഴാണ് ബ്രഹ്മാവായിരിക്കുന്നത്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ പഴയ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പഠനം പഠിച്ച് 21 ജന്മത്തേക്കായി സമ്പാദിക്കണം. അതിനാൽ ഇതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. ബാക്കി ഇതിൽ മോഹം വെക്കരുത്. അന്തിമകാലത്തിൽ ഒരു ശിവബാബയുടെ മാത്രം ഓർമ്മ ഉണ്ടായിരിക്കും വിധത്തിൽ അഭ്യാസം ചെയ്യണം. മറ്റൊന്നിൻ്റെയും ചിന്തനത്തിൽ പോകരുത്. തൻ്റെ മംഗളം ചെയ്യണം. വരദാനം: മാസ്റ്റർ നോളജ്ഫുൾ ആയി അറിവില്ലായ്മയെ സമാപ്തമാക്കുന്ന ജ്ഞാനസ്വരൂപവും യോഗയുക്തവുമായി ഭവിക്കട്ടെ. മാസ്റ്റർ നോളജ്ഫുൾ ആകുന്നവരിൽ ഒരു പ്രകാരത്തിലുമുള്ള അറിവില്ലായ്മ ഉണ്ടായിരിക്കില്ല. ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയുകയില്ലായിരുന്നു.
എന്ന് പറഞ്ഞ് അവർക്ക് സ്വയം ഒഴിയുവാൻ സാധിക്കില്ല. ജ്ഞാനസ്വരൂപമായ കുട്ടികളിൽ ഒരു കാര്യത്തിൻ്റെയും അജ്ഞാനം ഉണ്ടായിരിക്കുക സാധ്യമല്ല. ആരാണോ യോഗയുക്തം അവർക്ക് മുൻപേ തന്നെ എല്ലാം അറിയാം എന്നതുപോലെയുള്ള അനുഭവം ഉണ്ടാകുന്നു. അവർക്ക് അറിയാം, മായയുടെ തിളക്കവും കുറവൊന്നുമല്ല. മായയും വളരെ ആകർഷകമാണ്. അതിനാൽ അതിൽ നിന്നും സുരക്ഷിതമായിരിക്കണം. ആരാണോ എല്ലാ രൂപത്തിലും മായയുടെ നോളജ് മനസ്സിലാക്കിയത് അവർക്ക് തോൽക്കുക എന്നത് അസംഭവ്യമാണ്. സ്ലോഗൻ: ആരാണോ സദാ പ്രസന്നചിത്തം അവർ ഒരിക്കലും പ്രശ്നചിത്തർ ആകുക സാധ്യമല്ല. അവ്യക്ത സൂചന: ജ്വാലാസ്വരൂപ സ്ഥിതിയിലിരുന്ന് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. യോഗത്തിൽ സദാ ലൈറ്റ് ഹൗസിൻ്റെയും മൈറ്റ് ഹൗസിൻ്റെയും സ്ഥിതി അനുഭവിക്കൂ. ജ്ഞാനമാണ് ലൈറ്റ്, യോഗമാണ് മൈറ്റ്. ജ്ഞാനവും യോഗവും രണ്ട് ശക്തികളും ലൈറ്റും മൈറ്റും കൊണ്ട് സമ്പന്നമായിരിക്കണം. ഇതിനെയാണ് മാസ്റ്റർ സർവശക്തിവാൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ശക്തിശാലി ആത്മാക്കൾക്ക് ഏതൊരു പരിസ്ഥിതിയെയും സെക്കൻഡിൽ മറികടക്കുവാൻ സാധിക്കുന്നു. സമയം എടുക്കുന്നില്ല. യോഗത്തിൻ്റെ അഭ്യാസം. മസ്തകമധ്യത്തിൽ ഒരു ജ്യോതി നക്ഷത്രം പോലെ തിളങ്ങുന്ന ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. എന്നിൽ ശാന്തിയുടെ അക്ഷയ ഖജനാവ് നിറഞ്ഞിരിക്കുന്നു. ആത്മാവായ ഞാൻ ഈ സാകാര ലോകത്തിനുപരി സൂര്യചന്ദ്ര താരാഗണങ്ങൾക്കും ഉപരി പരമമായ ധാമത്തിലേക്ക് എൻ്റെ യഥാർത്ഥ വീട്ടിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം നിറഞ്ഞ പരമധാമം എൻ്റെ അലൗകിക വീടാണ്. ഇവിടെ സർവത്ര ശാന്തി തന്നെ ശാന്തിയാണ്. ഈ മധുരമായ ശാന്തി നിറഞ്ഞ ധാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശിവപരമാത്മാവിനെ ഞാൻ കാണുകയാണ്.
മധുരമായ ബാബ, അങ്ങ് ശാന്തിയുടെ സാഗരമാണ്. പരമാത്മാവിൽ നിന്നും ശാന്തിയുടെ ദിവ്യ കിരണങ്ങൾ പ്രസരിക്കുകയാണ്. ആനന്ദ കിരണങ്ങൾ നിറയുകയാണ്. ഈ ദിവ്യമായ കിരണങ്ങൾ വിശ്വത്തിലെ അശാന്തമായ ആത്മാക്കളിലേക്ക് ഞാൻ വ്യാപിപ്പിക്കുന്നു.